ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. അൽനൂർ അപ്പോളജറ്റിക് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ മുഹമ്മദ് ഇറാ ഗുഹയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് ആണ് തുടർന്ന് നമ്മൾ ചിന്തിക്കാനൊക്കെ ആയിട്ട് പോകുന്നത് ഖദീജയുടെ ദൂതപരിശോധന. മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടത് ആരാണെന്നുള്ള കാര്യത്തിൽ ഖദീജയ്ക്കും വാസ്തവത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഖദീജ ഒരു ദൂതപരിശോധന നടത്തുകയാണ്. മുഹമ്മദിന് യഥാർത്ഥമായി തനിക്ക് പ്രത്യക്ഷപ്പെട്ടത് ആരാണെന്നുള്ള ബോധ്യം ലഭിച്ചില്ല എന്നുള്ളത് നമുക്ക് വാസ്തവമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മുഹമ്മദ് 2 പ്രാവശ്യമാണ് കിതച്ചുകൊണ്ട് ഖദീജയുടെ അടുത്തേക്ക് പുതച്ചു തരിക എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം മുഹമ്മദ് ഭയപ്പെട്ടു എന്ന് നമ്മൾ ഹദീസുകളിൽ വ്യക്തമായിട്ട് വായിച്ചു. മുഹമ്മദിൻ്റെ അന്നത്തെ കാലത്തുള്ള അവസ്ഥകൾ മനസ്സിലാക്കി ഖദീജ മുഹമ്മദിനോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്നോട് ഒന്ന് പറയണം എന്ന് ഖദീജ ആവശ്യപ്പെടുകയാണ്. ഖദീജ ആവശ്യപ്പെട്ടത് പ്രകാരം മുഹമ്മദ് ഖദീജയോട് വന്നിട്ട് പറഞ്ഞു, എനിക്കതാ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖദീജ എന്ത് ചെയ്തു? മുഹമ്മദിനെ പിടിച്ച് തൻ്റെ വലത് തൊടയിൽ ഇരുത്തി എന്നാണ് വായിക്കുന്നത്. അങ്ങനെ മുഹമ്മദിനോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ ദൂതനെ കാണുന്നുണ്ടോ? മുഹമ്മദ് പറഞ്ഞു, ഇപ്പോൾ കാണുന്നുണ്ട്. മുഹമ്മദിനെ പിടിച്ച് ഇടത് തൊടയിലിരുത്തി എന്നിട്ടും ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ ദൈവദൂതനെ കാണുന്നുണ്ടോ എന്ന്. മുഹമ്മദ് പറഞ്ഞുണ്ട്. അങ്ങനെ ഖദീജ വസ്ത്രമെല്ലാം അങ്ങ് അഴിച്ചു മാറ്റി. നഗ്ന ശരീരത്തിൽ മുഹമ്മദിനെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ദൂതനെ കാണുന്നുണ്ടോ? അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ദൂതനെ കാണുന്നില്ല. അപ്പോൾ ഖദീജ പറയുകയാണ്, നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ എന്ന മലക്ക് തന്നെയാണ്. കാരണം ഞാൻ വസ്ത്രം ഊരി മാറ്റി നിങ്ങളെ പിടിച്ച് എൻ്റെ മടിയിലിരുത്തിയപ്പോഴേ സാത്താൻ്റെ ദൂതനായിരുന്നെങ്കിൽ ആ ദൂതൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. സ്ത്രീകളുടെ നഗ്നത കണ്ടാൽ ഓടിപ്പോകാത്തവരാണ് പിശാചിന്റെ ദൂതൻ. എന്നാൽ ഞാൻ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റിയപ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതിൻ്റെ കാരണം ഒറിജിനൽ ദൂതൻ ആയതുകൊണ്ട് മാത്രമാണ് എന്ന് ഖദീജ മുഹമ്മദിനെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട യഥാർത്ഥത്തിൽ ജിബ്രീൽ എന്ന മലക്ക് തന്നെയാണ്. അങ്ങനെ ദൂതപരിശോധന നടത്തി മുഹമ്മദ് ഒരു പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്നത് വാസ്തവത്തിൽ ഖദീജയാണ്. ഖദീജയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് അള്ളാഹു വെളിപ്പെടുത്തി കൊടുത്തോ? സ്ത്രീയുടെ നഗ്നത കാണുകയില്ല, ഒറിജിനൽ ദൂതന്മാർ, പിശാചിൻ്റെ ദൂതൻ മാത്രമേ സ്ത്രീകളുടെ നഗ്നത കണ്ടവിടെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നോ? ഇസ്ലാം മത പണ്ഡിതൻ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിലും ചരിത്രകാരനായ ഇബ്ൻ ഇസ്ഹാഖിൻ്റെ സീറയിലും ഈ ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മലയാളം പുസ്തകത്തിലും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ നഗ്നത കണ്ടാൽ ദൈവദൂതൻ പോകത്തില്ല പോലും. ഭയങ്കര ഒരു കണ്ടുപിടുത്തമാണ് വാസ്തവത്തിൽ ഖദീജയുടെ. തൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? പ്രവാചകനാക്കി മാറ്റണം. ഇത് കേട്ട് മുഹമ്മദ് പറഞ്ഞു, വാസ്തവത്തിൽ അള്ളാഹു എന്നെ എന്ത് ചെയ്തിരിക്കുക? പ്രവാചകനാക്കിയിട്ടുണ്ട്.
ഇത് വ്യക്തമായിട്ട് നമുക്ക് ഈ സത്യം ചരിത്രപരമായിട്ട് പഠിച്ചാൽ മുഹമ്മദിനെ ആരാണ് പ്രവാചകനാക്കിയത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഖദീജയുടെ ആലോചന പ്രകാരം മുഹമ്മദ് സ്വയമായിട്ട് ഞാനൊരു പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. മുഹമ്മദേ, ഞാൻ അള്ളാഹുവാണ്, അങ്ങേ ഞാൻ എൻ്റെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്, അങ്ങ് പോയി പ്രബോധിപ്പിക്കണം എന്നുള്ളൊരു കാര്യം അള്ളാഹു പറഞ്ഞതായിട്ട് ഖുർആനിലില്ല, ഹദീസിലില്ല, ചരിത്രങ്ങളിലില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ദൂതനാണ്. ദൂതൻ പറഞ്ഞിട്ടില്ല, മുഹമ്മദേ ഞാൻ അള്ളാഹു ആണ് ഞങ്ങളെ പറഞ്ഞയച്ചത്, അങ്ങേ ഒരു പ്രവാചകനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്, അങ്ങെന്നൊരു പ്രവാചകനാണ് എന്നുള്ള കാര്യം ദൂതൻ പറഞ്ഞതായിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബർക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞ കാര്യവുമായിട്ട് യോജിപ്പില്ല. അവസാനം നാലാമതായിട്ട് ഖദീജ വസ്ത്രമെല്ലാം ഊരി മാറ്റി നഗ്ന ശരീരത്തിൽ മുഹമ്മദിനെ പിടിച്ചിരുത്തി ദൂതപരിശോധന നടത്തി. നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ എന്ന മലക്ക് തന്നെയാണെന്ന് പറയുന്നത് കേട്ട് മുഹമ്മദ് പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹു എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. തെളിവുണ്ടോ? ചരിത്ര തെളിവുണ്ടോ? ഇല്ല. മോൻ്റെ ജീവിതമെല്ലാം മാറി മറിഞ്ഞു എന്നുള്ളതാണ്. അത് മാത്രമാണോ? മുഹമ്മദ് ജീവൻ ഒടുക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് വായിക്കുന്നതാണ്. പല പ്രാവശ്യം ജീവൻ ഒടുക്കാനായിട്ട് ശ്രമിച്ചു. ദൈവദൂതനായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക്, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുവാനായിട്ട് തോന്നുന്നത്? ആത്മഹത്യ വാസ്തവത്തിൽ ആ പ്രേരണ വരുന്നത് ആരിലൂടെയാണ്? പിശാചിൽ നിന്നല്ലേ പ്രേരണ വരുന്നത്. അതും ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യമല്ല, പല പ്രാവശ്യം മുഹമ്മദ് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇതിലെയോ സാത്താനിൽ നിന്നാണ് വാസ്തവത്തിൽ ഇതൊക്കെ വരിക. മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പോയതായി ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ നമുക്ക് 18:6, 26:4, 93:3. ഇബിൻ സാദിൻ്റെ കിതാബുൽ തബാഖത്തുൽ കബീർ മൊഹീദ്ദീൻ അദ്ദേഹത്തിൻ്റെ തർജ്ജമ 225 പറയുന്ന വായിക്കുകയാണ്. മുഹമ്മദ് പറഞ്ഞു, ഖദീജ, ഞാൻ പ്രകാശം കാണുകയും ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു, എനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇബ്നുൽ ഇസാഖിൻ്റെ സീറത്ത് റസൂലുള്ളാഹി അൽഫ്രഡ് ഗല്ലമിയുടെ ഇംഗ്ലീഷ് തർജ്ജമ പുറം 106 പറയുന്ന ഇപ്രകാരം വായിക്കണം: അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നത് ഉന്മതിയായ കവിയെയും ഭ്രാന്തനെയുമാണ്. എനിക്കവരെ നോക്കുന്നത് പോലും ഇഷ്ടമില്ല. ഞാൻ ചിന്തിച്ചു, ഒരു കവി അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ എന്ന് ഖുറൈശികൾ ഒരിക്കലും എന്നെക്കുറിച്ച് പറയാനിടയാകരുത്. ഞാൻ മലയുടെ ഇച്ഛയിൽ കയറി താഴോട്ട് ചാടി എൻ്റെ ജീവനെടുത്ത് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷ നേടും. ആകയാൽ ഞാൻ മലമുകളിലേക്ക് പോയി കയറ്റത്തിൽ പാതി വഴിയിൽ ആകാശത്തിനൊരു സ്വരം ഞാൻ കേട്ടു, ഓ മുഹമ്മദ്, താങ്കൾ അള്ളാഹുവിൻ്റെ അപ്പോസ്തലനാണ് എന്നിങ്ങനെ പറയുന്നതായിട്ട് മുഹമ്മദിനെ തോന്നുക. മുഹമ്മദ് ആത്മഹത്യ ചെയ്യാനായിട്ട് പോയതായ കാര്യങ്ങൾ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. എന്നാൽ അല്പനാളുകൾക്ക് ശേഷം ബർക്കത്ത് ബിനു മരിക്കുകയും ദിവ്യ സന്ദേശം വരുന്നത് കുറച്ച് നാളത്തേക്ക് നിൽക്കുകയും ചെയ്തപ്പോൾ നബി അതിദുഃഖിതനായി തീരുകയും ഉയരമുള്ള മലകളുടെ മുകളിൽ കയറി താഴോട്ട് ചാടി സ്വയം ജീവനൊടുക്കാൻ അദ്ദേഹം പലവട്ടം ശ്രമിക്കുകയും ചെയ്തതായി ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഓരോ പ്രാവശ്യം അദ്ദേഹം താഴേക്ക് ചാടാൻ വേണ്ടി മലയുടെ ഉച്ചിയിലേക്ക് കയറുമ്പോൾ ജിബ്രീൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറയുമോ, മുഹമ്മദ്, വാസ്തവമായും താങ്കൾ അള്ളാഹുവിൻ്റെ അപ്പോസ്തലനാണ്. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തണുക്കും, താഴോട്ട് ഇറങ്ങി സമാധാനത്തോടെ വീട്ടിലോട്ട് പോവുകയും ചെയ്യും. ബുഖാരി, സഹീൽ ബുഖാരി വാള്യം 9 പുസ്തകം 87 ഹദീസ് നമ്പർ 111. തബരി വാള്യം 6 പുറ 76, വാള്യം 9 പുറ 167, കുറിപ്പ് 1181 ഇതേ കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കുക. ദൈവികമായ വെളിപ്പാട് ലഭിച്ചതായ ഒരു വ്യക്തി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു വ്യക്തി
എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളൊന്ന്. ഞാൻ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചതായി എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു, എനിക്ക് സമാധാനമില്ലായിരുന്നു, ദൈവത്തിലുള്ള ആലോചന ഇല്ലായിരുന്നു. ഞാൻ മദ്യപാനിയായി പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നുപോയതായ നാളുകളായിരുന്നു അത്. എല്ലാം വഴിമുട്ടിയപ്പോഴാണ് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് എന്തുകൊണ്ട് പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി എന്നുള്ളതാണ്. മനസ്സിലായോ? ആത്മഹത്യ ചെയ്യുന്ന അള്ളാഹുവിനും പേടിയായിരുന്നു മുഹമ്മദ് എങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. ഖുർആൻ ഒന്ന് നമുക്ക് 18:6 ഈ സന്ദേശത്തിൽ അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരുടെ പിറകെ കടുത്ത ദുഃഖത്തോടെ നടന്ന് നീ ജീവൻ ഒടുക്കിയേക്കാം. അല്ല പറയാം, ഒടുക്കിയേക്കാം. 2:26-3 അവർ വിശ്വാസികളായില്ല എന്ന് ഓർത്ത് ദുഃഖിതനായി നീ നിന്റെ ജീവൻ ഒടുക്കിയേക്കാം. അള്ളാഹുവിന് സംശയം. ഒന്ന് ആലോചിച്ച് നോക്കേ. 3:35-8 കൊടും ദുഃഖത്താൽ നീ നിന്റെ ജീവൻ കളയേണ്ടതില്ല. അള്ളാഹിൻ്റെ ഒരു അവസ്ഥ നോക്ക്. ഇസ്ലാം മത പണ്ഡിതൻ മുഹമ്മദ് ഹുസൈൻ ഐക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച് എഴുതുകയാണ്, ഹീറാ ഗുഹയിലെ മലക്കിൻ്റെ സന്ദർശനത്തിന് ശേഷം പിന്നീട് ജിബിലിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഖദീജ പറഞ്ഞു, താങ്കളെ നാഥൻ ഉപേക്ഷിച്ചെന്നാണ് തോന്നുന്നത്. ഭയവും പരിഭ്രാന്തിയും അദ്ദേഹത്തെ വീണ്ടും മലമുകളിലും ഹീറാ ഗുഹയിലും എത്തിച്ചു. ഹീറാ പർവ്വതത്തിൽ നിന്നോ അബു ഹുവൈസ് പർവ്വതത്തിൽ നിന്നോ താഴോട്ട് ചാടുവാൻ ഒരിക്കൽ അദ്ദേഹം ആലോചിച്ചു അത്രേ. തൻ്റെ മഹത്തായ പ്രതീക്ഷ തകർക്കപ്പെട്ടിരിക്കെ ജീവിച്ചിരുന്ന എന്ത് കാര്യം? മുഹമ്മദ് പുറം 150 എന്ന് ആലോചിച്ച് നോക്കുക. പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ മലയിൽ കയറി എന്ന് പറയുന്ന സൂയിസൈഡ് അറ്റംപ്റ്റ് ആണത്. ഒരാൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുക മാത്രമാണെങ്കിൽ പോട്ടെ, പക്ഷെ ഇവിടെ ഭ്രാന്തനാണ് മുഹമ്മദ് തന്നെ വിശ്വസിച്ചിരുന്നു, പറഞ്ഞിരുന്നു. ഈ ഭ്രാന്ത് മുഹമ്മദിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. മാനസിക വിഭ്രാന്തി. മനസ്സിലായോ? ഇബ്നു സാദി കിതാബിൽ അൽ തബാഖത്ത് അൽ കബീർ മൊയ്നുൽ ഹക്കിൻ്റെ തർജിമ 225 എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കിത് കാണാനൊക്കെ സാധിക്കാം. എങ്ങനെയാണ് ആത്മഹത്യ പ്രേരണയുള്ളതായ ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ അവനെ വ്യക്തമായി അത് മനസ്സിലാകുകയാണ്. പക്ഷേ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഇത് മനസ്സിലാക്കിയത് മുഹമ്മദ് എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യാനായിട്ട് പോകും. അപ്പോൾ മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടത് ദൈവദൂതനല്ല, മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ട ഒരു പിശാചിൻ്റെ ദൂതനാണെന്നുള്ള യഥാർത്ഥ ബോധ്യമാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും. യഥാർത്ഥ സത്യം അല്ല മുഹമ്മദ്, അള്ളാഹു ദൈവമല്ല. മുഹമ്മദിന് ജിബ്രീൽ എന്ന മലക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മുഹമ്മദിന് ഇറാഖോയിൽ പ്രത്യക്ഷപ്പെട്ടത് പിശാചിൻ്റെ ദൂതനാണ്. പിശാചിൻ്റെ ദൂതൻ്റെ ആലോചനയാണ് മുഹമ്മദ് ലഭിച്ചത്. ഇതിലായോ? മുഹമ്മദിന് ദൈവികമായ വെളിപ്പ് കിട്ടിയില്ല. കർത്താവ് യേശു ക്രിസ്തു എന്താ പറഞ്ഞാൽ, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. വേറൊരു ദൂതൻ വരുന്നും പറഞ്ഞില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം കർത്താവ് വളരെ 18-19 വാക്യത്തിൽ പറയുന്നതാണ് എന്താണ്? ഞാൻ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാം. ലോക അവസാനത്തോളം യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മറ്റൊരു വെളിപ്പാടിൻ്റെ ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ മറ്റൊരു വെളിപ്പാടിൻ്റെ ആവശ്യമുണ്ടോ? മറ്റൊരു വെളിപ്പാടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് മുഹമ്മദിന് കിട്ടിയ വെളിപ്പാട് ദൈവത്തിൽ നിന്നുള്ളതല്ല, തികച്ചും അത് പൈശാചിക വെളിപ്പാടാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നിങ്ങളും
അതുപോലെ ചിന്തിച്ചാൽ, അതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾ, നിങ്ങൾക്ക് യഥാർത്ഥ സത്യം തിരിച്ചറിയുവാനിടയായിത്തീരും. അതുകൊണ്ട് ഏകസത്യ ദൈവത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ തമ്പുരാൻ അവസരമൊരുക്കട്ടെ. സത്യം തിരഞ്ഞെടുക്കുവാനുള്ള ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. വലിയവനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ അറിയുവാൻ നമ്പറിൽ വിളിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.